ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് ചൗമീനും മഞ്ചൂരിയും നമുക്കത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്നുള്ള സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചോപ്പിങ്ങിന് മാത്രം കുറച്ച് സമയം അധികം എടുക്കത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യവും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ആണെങ്കിൽ ദിവാളി വെക്കേഷൻ സമയമില്ല, മക്കൾക്ക് ലീവുള്ള സമയമായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് മക്കൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഒരു ക്യാബേജ് 1/2 കിലോ കാണും കേട്ടോ. 3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് അളവ് വെച്ച് നോക്കുവാണെങ്കിൽ 3 കപ്പ് കാണും. അപ്പോൾ ഞാനത് ചോപ്പ് ചെയ്തേ കേട്ടോ. ഇങ്ങനെ നമ്മൾ മഞ്ചൂരിയന് വേണ്ടി നമ്മൾ ചോപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചോപ്പിംഗ് ടൈം നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടില്ലേ, എല്ലാം ക്യാബേജ് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസിൽ ഒരു ക്യാരറ്റും എടുക്കാം. അതും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അതേ കണ്ടോ, ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം നൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ല നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ ഒത്തിരി വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി മേദയും കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. പുറത്തെ കൂട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചോപ്പറിനകത്ത് തന്നെ വേണമേ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ക്യാപ്സിക്കം എടുക്കാം. അതും കൂടെ നമുക്ക് ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തിരികെ വെക്കണേ. നമുക്കൊരു 5 മിനിറ്റത്തേക്ക് വെക്കാം. ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നമുക്ക് മേദയും കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് കിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഒരു 5 മിനിറ്റ് മിക്സാക്കി എടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കണ്ടാൽ തന്നെ അറിയാം. മിക്സ് ആക്കുമ്പോഴത്തേക്കണ്ട എന്തുമാത്രം വെള്ളം ഇറങ്ങിയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കാം. അതേ കണ്ട കുറേ വെള്ളമുണ്ട്. നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് ഈ വെള്ളം. നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കാണെങ്കിൽ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും നമുക്ക് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇനി കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവർ ഇട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം 6 ടേബിൾ സ്പൂൺ നമുക്കത് മേദ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കപ്പ് നമുക്ക് കോൺഫ്ലവർ വേണം, പിന്നെ ഒരു 1/2 കപ്പ് നമുക്ക് മേദ വേണം. ഇത്രയും സാധനം നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാനാണെങ്കിൽ ചോപ്പറിനകത്തിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ക്വാണ്ടിറ്റി എല്ലാത്തും നമുക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഇച്ചിരി അധികം തന്നെ എടുക്കണേ. ചോപ്പ് ചെയ്ത് എടുക്കണം. ഒരു 2-3 എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഒരു കുടം വരില്ല, 3 കുടമൊക്കെ അങ്ങനത്തെ നമുക്ക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത്ര നമുക്ക് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം അത് ഉപ്പിട്ട് വെച്ചേക്കുമല്ലോ, അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല, നമ്മൾ കൈയാണെങ്കിൽ ഉട്ടത് മുമ്പേ ഒന്ന് കഴുകണേ. അതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ട് കണ്ടില്ല, ഡോ ഫോമിലായി കിട്ടിയേക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് മഞ്ചൂരിയൻ ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കയ്യെ തീരെ ഒട്ടത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ നൂഡിൽസ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു ചരുവത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ചരുവം വെള്ളം ഞാൻ എടുത്തിട്ട് ഒരു 400 ഗ്രാം 400 ഗ്രാം ഞാൻ നൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ 2 പേരൊക്കെ ഉള്ളെങ്കിൽ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി 200 ഗ്രാം എടുത്താൽ മതി കേട്ടോ. അത്രയും കൊണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളാണെങ്കിൽ നൂഡിൽസ് അകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 90% നമുക്കത് വേവിച്ച് 90% എന്ന് വെച്ചാൽ 10% നമുക്കാണെങ്കിൽ ബാക്കി പിന്നാണെങ്കിൽ സോട്ടേ ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് വേവിച്ചെടുക്കാനുള്ളത്. കയ്യിലൊന്ന് പൊട്ടിച്ച് നമ്മളിങ്ങനെ അമ്മക്കി നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത്രയും പാകം മതി കേട്ടോ. അതാവുന്ന നേരം കൊണ്ട് ഒരു സൈഡിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മഞ്ചൂരിയൻ ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റി വെച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്ന കൂട്ട് അങ്ങനെ ചെയ്യണം, എനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. താഴെ നിന്ന് ക്രിസ്പിയായി വിട്ട് വരും തോന്നുവാണെങ്കിൽ മാത്രമേ ഇത് ഇളക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞ് എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്താണെങ്കിൽ ആദ്യം നമ്മൾ മൈദമാവും കോൺഫ്ലോർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പച്ചക്കറി ക്വാണ്ടിറ്റി ഇല്ലയോ ആദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ എല്ലാം വിട്ടു പോരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കഴിയുമ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ എന്ന് വെച്ചാൽ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ 2 ക്വാണ്ടിറ്റിയിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ആണെങ്കിൽ നല്ല ചൂടായ എണ്ണയിൽ വീട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടുകയും പൊടിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ആവട്ടെ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ എടുത്തിയാൽ മതി കേട്ടോ. ആ നേരം നമ്മുടെ നൂഡിൽസ് ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇതൊരു അരിപ്പയിൽ കൂടി മാറ്റി കൊടുക്കാം. തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ പശപ്പൊക്കെ മാറി കിട്ടണം. എന്നാലും നമുക്ക് ഇതുപോലെ കണ്ടോ നൂഡിൽസ് പുറത്തൊക്കെ ഇങ്ങനെ വേറെ ആയിട്ട് കിടക്കത്തില്ല, അതുപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി അവിടെ വെക്കാം കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ച ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ മഞ്ചൂരിയൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. പച്ചക്കറിയൊന്നും വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, എല്ലാം ക്രഞ്ചി ആയിട്ട് തന്നെ വേണേ കിട്ടാനായിട്ട് നൂഡിൽസിനകത്ത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആ മഞ്ചൂരിയൻ വറുത്തില്ലായിരുന്നു, അതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാള നീളനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളക് നടുകെ കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 കളറിലെ ബെൽ പെപ്പർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും യെല്ലോ. നിങ്ങളുടെ ഏതാ കിട്ടുന്നത് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്ത് നീളനെ കനം കുറച്ച് അതും കൂടെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നോട്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടയാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഇനി 1 കപ്പ് ക്യാബേജ് എല്ലാം കൂടി ക്യാപ്സിക്കം 1 കപ്പ്, പിന്നെ ക്യാബേജ് 1 കപ്പ്, അങ്ങനെ എല്ലാ സാധനവും ഓരോ കപ്പ് വീതം ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അതെല്ലാം സോട്ടയായി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, റെഡ് ചില്ലി സോസ് ആദ്യം ഇട്ട് കൊടുത്തേക്കാം കേട്ടോ, 2 ടേബിൾ സ്പൂൺ. ഇനി ഗ്രീൻ ചില്ലി സോസ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനീഗർ ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അധികം പിടിക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് ആയി കിട്ടും. അതിന് ചോപ്പിംഗ് ടൈം മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നൂഡിൽസ് നമ്മൾ വെന്ത് വെച്ചേക്കുന്നത് വേവിച്ച് കണ്ടില്ലേ, ഒട്ടും പിടിച്ചിട്ടില്ല, എല്ലാം വേറെ വേറെ ആയിട്ട് തന്നെ കിടക്കുക കണ്ട. അതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് 2 തവിയും കൊണ്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കും, ഉടഞ്ഞൊന്നും പോവാതെ. അങ്ങനെ നമ്മുടെ ചൗമീൻ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മഞ്ചൂരിയൻ എങ്ങനെ റെഡിയാക്കാം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ. ഞാൻ ഡ്രൈ മഞ്ചൂരിയനാണേ ഉണ്ടാക്കുന്ന, ഗ്രേവിയുള്ള മഞ്ചൂരിയൻ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താ ചെയ്യേണ്ടത്, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ മഞ്ചൂരിയൻ നോക്കിയാൽ എത്ര നല്ല പുറത്തും നല്ല ക്രിസ്പി ആയിട്ട് അകത്തും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് മഞ്ചൂരിയൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ചൂരിയൻ വറുത്ത് വെച്ചേക്കുന്നില്ല, ആ കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാർലിക് ചോപ്പ് ചെയ്ത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള പകുതി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, അതും കൂടെ ചെറുതായി ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചോപ്പെണ്ണാൽ തന്നെ എല്ലാം ചോപ്പിങ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അത് സോട്ടേ ചെയ്തെടുക്കാം. ഇതുപോലെ ഹൈ ഫ്ലെയിം വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. പിന്നെ 3 കളറിലെ ബെൽ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നളകി കീറി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ പിന്നെ എത്ര എരിവ് കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണേ. ഇവിടെ എൻ്റെ മക്കൾ വലുതായ കാരണം ഇച്ചിരി എരിവിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി അധികമായി വെച്ചേക്കുന്നത് ഞാൻ. പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ക്യാബേജിൻ്റെ വെള്ളം മാറ്റി വെച്ചേക്കുന്നില്ലായിരുന്നു, അത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കത് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനാഗിരി. ഇത്രയും കൂടി സാധനം മിക്സാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിം വെച്ചേക്കണേ, ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ കോൺഫ്ലോർ നമുക്ക് കലക്കി വെച്ചേക്കുന്നില്ലേ ക്യാബേജ് വെള്ളത്തിൽ, അത് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ കട്ട കുത്താനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കാരണം കൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഗ്രേവിയുള്ള മഞ്ചൂരിയൻ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു തള വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഡ്രൈ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ഒരു തള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചൂരിയൻ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, ഇത് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നീളനെ അരിഞ്ഞത് അതും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അതിന് മേലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, എൻ്റെ ഇല്ലായിരുന്നു, അത് കാരണം കൊണ്ടാണ് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ മഞ്ചൂരിയനും ചൗമീനും റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.